യുദ്ധമോ സംഘർഷ സാഹചര്യങ്ങളിലോ നിങ്ങൾക്ക് ആശങ്ക, ഉറക്കക്കുറവ്, ഹൃദയമിടിപ്പ് കൂടുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ചിന്തകൾ, അസഹിഷ്ണുത എന്നിവ അനുഭവപ്പെടുന്നുണ്ടോ? ഇത് അസാധാരണമായ സാഹചര്യത്തോട് നിങ്ങളുടെ മനസ്സ് കാണിക്കുന്ന ഒരു സാധാരണ പ്രതികരണങ്ങളാണ്. ഭയം, അനിശ്ചിതത്വം അല്ലെങ്കിൽ സ്ഥിരമായ സമ്മർദ്ദം ഇവ ആരെയും ബാധിക്കാം. എന്നാൽ മുൻപ് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മരുന്നുകൾ ക്രമമായി തുടരുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് നിർത്തരുത്. സാധ്യമെങ്കിൽ ഒരു 2-3 ആഴ്ചയ്ക്കുള്ള മരുന്ന് കരുതി വെക്കുക. മരുന്ന് പെട്ടെന്ന് നിർത്തുന്നത് ചിലപ്പോൾ ലക്ഷണങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടോ വിശ്വസ്തരായ ആളുകളോടോ കൂടിയിരിക്കുക. ഒരു റെഗുലർ റുട്ടീൻ, ദിനചര്യ പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ദുഃഖകരമായ വാർത്തകൾ അധികമായി കാണുന്നത് ഒഴിവാക്കുക. ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിന് സുരക്ഷിതത്വം നൽകും. ഈ ഒരു സാഹചര്യത്തിൽ ഉറക്കക്കുറവും പാനിക് അറ്റാക്കുകളും സാധാരണ. ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. കഫീന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ടും ശ്രമിക്കുക. എപ്പോഴാണ് സഹായം തേടേണ്ടത്? ആത്മഹത്യ ചിന്തകൾ വരിക, അല്ലെങ്കിൽ നിയന്ത്രിക്കാനാകാത്ത ആശങ്ക, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത കുറയുക, അതിക്രമപരമായി പെരുമാറുക, യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സമയത്ത് സഹായം തേടേണ്ടതാണ്. ഇത്തരം സമയങ്ങളിൽ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നത് ശാരീരിക സുരക്ഷ പോലെ തന്നെ പ്രധാനമുള്ളതാണ്.